സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉള്ളിടത്തെല്ലാം മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരാജയപ്പെടുകയാണ്. ഒന്നുകിൽ ഇവരുടെ കയ്യിൽ പണം നീക്കിവെക്കാനില്ല, അല്ലെങ്കിൽ ഇവർക്ക് കാര്യക്ഷമമായി പദ്ധതി നടത്തിപ്പിനുള്ള പ്ലാനിംഗ് ഇല്ല. കേന്ദ്രത്തിന്റെ കൈത്താങ് നേരിട്ടുള്ളതെല്ലാം വിജയമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്ത് സംസ്ഥാനങ്ങൾ വഴി നടപ്പാക്കുന്നതെല്ലാം പരാജയപ്പെടുന്നു. ഇതിന് ഉത്തരവാദികൾക്ക് നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണോ, നമ്മൾ അവരെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റണമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. തിരുവനന്തപുരത്ത് തിരുമലയിൽ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളൊന്നും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല, കേന്ദ്ര സഹായം ഉണ്ടായിട്ടും മര്യാദയ്ക്ക് നടത്തുന്നില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തിരുവനന്തപുരം നഗരത്തിന് അനുവദിച്ച പണത്തിന്റെ മുഴുവൻ ഒരു കണക്ക് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ പണം എന്ത് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. തിരുവനന്തപുരം എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു മുൻകൂട്ടിയുള്ളത് യാതൊരു തയ്യാറെടുപ്പുമില്ല. നിങ്ങൾക്ക് ഭരണത്തിൽ കയറി ഖജനാവ് കൊള്ളയടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. LDF വന്നാലും UDF വന്നാലും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിലപ്പുറം സാധാരണക്കാരന്റെ ഏത് പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾ പരിഹാരം കണ്ടിട്ടുള്ളത്? ഈ ചോദ്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനം അത് മുൻനിർത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് NDA മാത്രമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ശരിയായ ഭരണമില്ലെങ്കിൽ കേന്ദ്രം എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ പ്രയോജനം ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടില്ല. മോദി സർക്കാർ നേരിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ വിജയപ്രദമാണ്. എന്നാൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും അവതാളത്തിലാണ്. മോദി നേരിട്ട് ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും, എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ വിജയപ്രദമാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ പരാജയമാണ്. ഇവിടെ ജൽജീവൻ മിഷൻ പരാജയമാണ്. ഇവിടെ PM ആവാസ് യോജന, അർബൻ ആവാസ് യോജന പരാജയമാണ്. ഇവിടെ ആയുഷ്മാൻ ഭാരത് പരാജയമാണ്. ഇവിടെ PM വയോവന്ദൻ യോജനയിൽ ഒപ്പുവെച്ചിട്ടില്ല. സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ അവതാളത്തിലാണ്. ഇവിടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിജയപ്രദമാണ്. പട്ടിണി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഒരു മുറയും ഒരു മടിയും ഒരു കാലതാമസവും ഇല്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന സമ്പൂർണമായ വിജയമാണ്. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് വൈകാതെ അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു. പ്രധാനമന്ത്രി മുദ്ര യോജന ഇവിടെ വിജയപ്രദമാണ്. ആവശ്യപ്പെട്ട അർഹതപ്പെട്ടവർക്കെല്ലാം അത് ലഭിക്കുന്നു. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഇവിടെ വൻ വിജയമാണ്, എല്ലാവർക്കും ലഭിക്കുന്നു. പ്രധാനമന്ത്രി സ്വനിധി ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള പാവപ്പെട്ട ഉന്തുവണ്ടി കച്ചവടക്കാർക്ക്, പെട്ടിക്കടക്കാർക്ക്, പച്ചക്കറി കടക്കാർക്കൊക്കെ നൽകുന്ന ധനസഹായം അതിവിടെ വിജയപ്രദമാണ്. മുദ്ര വായ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മലപ്പുറം ജില്ലയാണ്. അതെല്ലാം വിജയപ്രദമാണ്. ജൽജീവൻ മിഷൻ 7600 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടും 50% സംസ്ഥാനം നീക്കിവെക്കുന്നതിന് അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പദ്ധതി അവതാളത്തിലായി. പ്രധാനമന്ത്രി ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിട്ടുള്ള പദ്ധതി കേരളത്തിൽ അവതാളത്തിലാണ്. PM വയോവന്ദൻ യോജന 70 വയസ്സ് കഴിഞ്ഞവർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന PM വയോവന്ദൻ യോജനയിൽ സർക്കാരിന് പണം നീക്കിവെക്കാനില്ലാത്തതുകൊണ്ട് കേരളം ഒപ്പുവെച്ചിട്ടില്ല. PM ശ്രീ സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന്
നടപ്പാക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അവർ ആദ്യം തലയിൽ മുണ്ടിട്ട് അവിടെ പോയി. നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥതയിലാണെന്നാണ് പറയുന്നത്. ഒപ്പിട്ട് വന്നു. നമ്മുടെ കുട്ടികൾക്ക് എത്രയോ നല്ല സഹായം ലഭിക്കുമായിരുന്ന പദ്ധതി ഇവിടെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉള്ളിടത്തെല്ലാം മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരാജയപ്പെടുകയാണ്. ഒന്നുകിൽ ഇവരുടെ കയ്യിൽ പണം നീക്കിവെക്കാനില്ല, അല്ലെങ്കിൽ ഇവർക്ക് കാര്യക്ഷമമായി പദ്ധതി നടത്തിപ്പിനുള്ള പ്ലാനിംഗ് ഇല്ല. സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു. ഉത്തരവാദി നരേന്ദ്രമോദിയല്ല, കേരളമാണ്. സ്മാർട്ട് സിറ്റിക്ക് കൃത്യമായൊരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതൊന്നും കേരളം പാലിച്ചില്ല. ശരിയായ എസ്റ്റിമേറ്റ് ഇല്ല. സമയബന്ധിതമായി പല പദ്ധതികളും പൂർത്തിയാക്കിയില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു വലിയ വാട്ടർ ടാങ്ക് കെട്ടാൻ പോലും അവർ തയ്യാറായില്ല. ചെങ്കൽച്ചോളയിൽ ഭവന നിർമ്മാണ പദ്ധതി സമ്പൂർണമായി പരാജയപ്പെട്ടു. പണം വാങ്ങുക, അത് വകമാറ്റി ചെലവഴിക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞ പദ്ധതികളൊന്നും ഇവിടെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനില്ല. അതുകൊണ്ട് മോദി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, പ്രധാനമന്ത്രി എന്തെല്ലാം ആനുകൂല്യങ്ങൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചാലും, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയും സംസ്ഥാന ഗവൺമെന്റ് വഴിയും സാധാരണക്കാരന് ശരിയായി ലഭ്യമാവണമെങ്കിൽ, പദ്ധതി നടത്തിപ്പ് സുതാര്യവും അഴിമതിരഹിതവും സമയബന്ധിതവുമായി നടപ്പാക്കണമെങ്കിൽ NDA ഭരണസമിതികൾ ഇവിടെ അധികാരത്തിൽ വരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ വോട്ടർമാരോട് അതാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയം എന്തുമാവട്ടെ, നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ കുട്ടികളുടെ ഭാവി, നല്ല വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, നാട്ടിൽ നല്ല വികസനം, നല്ല റോഡുകൾ. നിങ്ങൾക്കറിയോ, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്നതാണ്. 2500 കിലോമീറ്റർ റോഡ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അധികമായി കേരളത്തിൽ ഗ്രാമീൺ സഡക് യോജനയിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത വികസനം 65,000 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റുകളാണ് നടക്കുന്നത്. 65,000 കോടി. യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഭൂമിയുടെ കസ്റ്റോഡിയൻ കേന്ദ്രമല്ല, സ്റ്റേറ്റ് ആണ്. എന്നാൽ കാശില്ലെന്ന് പറഞ്ഞ് അവർ അതിൽ നിന്ന് പിന്മാറി. സ്റ്റേറ്റ് വിഹിതം വെക്കാതെയും ദേശീയപാത വികസനം കേരളത്തിൽ നടക്കുകയാണ്. ഒരു തടസ്സവുമില്ലാതെ ദേശീയപാത വികസനം നടക്കുന്നു. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നോക്കൂ. ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും. നേമത്ത് അഡീഷണൽ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം. നേമം ടെർമിനൽ യാഥാർത്ഥ്യമാവുകയാണ്. വർക്കലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ എല്ലാ പേരുകളും പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദേശീയപാത വികസനം സമ്പൂർണ്ണമായിട്ട് നടക്കുന്നു. റെയിൽ കണക്ടിവിറ്റി സുഗമമായി നടക്കുന്നു. തീവണ്ടി ആപ്പീസുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നു. കേന്ദ്രത്തിന്റെ കൈത്താങ് നേരിട്ടുള്ളതെല്ലാം വിജയമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്ത് സംസ്ഥാനങ്ങൾ വഴി നടപ്പാക്കുന്നതെല്ലാം പരാജയപ്പെടുന്നു. ഇതിന് ഉത്തരവാദികൾക്ക് നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണോ, നമ്മൾ അവരെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റണമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വികസിത കേരളം ഒരു ഒറ്റപ്പെട്ട ക്യാൻവാസിലല്ല, ഒരു വലിയ ക്യാൻവാസിൽ മാത്രം വായിക്കേണ്ടതല്ല. ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഒരു വികസിത തിരുവനന്തപുരം ഉണ്ടാവണം, ഒരു വികസിത വർക്കല ഉണ്ടാവണം, ഒരു വികസിത ആറ്റിങ്ങൽ ഉണ്ടാവണം, ഒരു വികസിത നെയ്യാറ്റിങ്കര ഉണ്ടാവണം. അങ്ങനെ കേരളത്തിലുടനീളം നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും വികസിച്ചു വരണം. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 12 വർഷം മലയാളികൾക്ക് അത് മിസ്സായി. മോദിയെ അധികാരത്തിലിരിക്കുന്നു. എന്തും ചെയ്യാൻ തയ്യാറായി നരേന്ദ്രമോദി നമ്മുടെ കൂടെയുണ്ട്.
പണത്തിന് മുട്ടില്ല, പഞ്ഞമില്ല. എല്ലായിടത്തും മോദിയുടെ കൈ എത്തുന്നു. വാരിക്കോരി കേരളത്തിന് സഹായിക്കുന്നു.